വഴിയിലാണ് കുടിക്കുന്നത് എന്ന്. മുഅ്മിനിന്റെ ലക്ഷ്യമുണ്ട്, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം അവൻ ജീവിക്കുന്നു. അവന്റെ കുടിക്കലും ഭക്ഷണം കഴിക്കലും മാത്രമല്ല അവന്റെ എല്ലാം. അതാണ് ആ പറഞ്ഞത്, ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ദിനേന നമസ്കാരത്തിൽ പറയാൻ നമ്മെ പഠിപ്പിച്ച ഇത് പ്രാവർത്തികമാക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ് നോമ്പ് ചെയ്യുന്നത്. അവിടെയാണ് അതിന്റെ നോമ്പിന്റെ ഗൗരവം വരുന്നത്. മനസ്സിലാക്കണം, നോമ്പിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഒരു മാസക്കാലം ഈ ഒരു അവസ്ഥ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങിയാൽ ആ കൊണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് ഒരു പ്രത്യേക ജീവിതം പഠിച്ചുകൊണ്ട് പുറത്തു വരുന്നത് പോലെയാണ്. അങ്ങനെ ആവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ഒരു അവസ്ഥയിലേക്ക്, എല്ലാം അള്ളാഹുവിന് വേണ്ടി എന്നൊരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ പരിപൂർണതയാണ്. من أحب لله وأبغض لله وأعطى لله ومنع لله فقد استكمل الإيمان. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. എല്ലാം അല്ലാഹുവിന് വേണ്ടിയാകുന്ന അവസ്ഥ, ആ അവസ്ഥയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ അഹബ്ബ ലില്ലാഹി, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു, വഅബ്ഗള ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി വെറുത്തു, വഅഅതാ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി കൊടുത്തു, അല്ലാഹുവിന് വേണ്ടി തടഞ്ഞു, എന്ത് ചെയ്യുന്നതും അല്ലാഹുവിന് വേണ്ടി. അല്ലാഹ് എന്ന ലക്ഷ്യം, അല്ലാഹുവിന്റെ പൊരുത്തം എന്ന ഏകമായ ലക്ഷ്യം, ആ പരമമായ ലക്ഷ്യം, ഈ ലക്ഷ്യത്തിന് സഹായകമാണോ ചെയ്യുന്നു, അല്ലേ ഒഴിഞ്ഞു നിൽക്കുന്നു. ഈ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയാൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, ഈമാൻ പൂർണ്ണമായി. ബഹുമാനപ്പെട്ട സയ്യിദുന അലിയുൻ കറമല്ലാഹു വജ്ഹ ഒരിക്കൽ ഈ ശത്രുമായി ഇങ്ങനെ ഏറ്റുമുട്ടി, അവസാനം ശത്രു കീഴ്പ്പെട്ടു വീണ് കിടക്കുന്ന സമയത്ത് അവന്റെ തലയെടുക്കാൻ വേണ്ടി അലി റളിയല്ലാഹു തആല അൻഹു അവന്റെ നെഞ്ഞത്ത് കയറിയിരിക്കുകയാണ്. വാളിങ്ങനെ ഊരിപ്പിടിച്ച് ഓങ്ങി നിൽക്കുന്ന സമയത്ത് അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അയാള് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ഒരു തുപ്പങ്ങ് കൊടുത്തു. അപ്പൊ അലി അവിടുന്ന് മെല്ലെ എണീറ്റുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് എല്ലാവരും അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, എന്താണിത്? ശത്രുമായി മല്ലിട്ടു, അവസാനം അയാൾ കീഴ്പ്പെട്ട സമയത്ത് അയാൾ തുപ്പിയപ്പോഴെന്താ ഉണ്ടാകുന്നത്? കൂടുതൽ വെറുപ്പ്. ഒരു വട്ടം കൊല്ലേണ്ടത് 10 വട്ടം കൊല്ലുക നമ്മളൊക്കെ ചെയ്യാം. അതേ സമയത്ത് അദ്ദേഹം ഇങ്ങോട്ട് എണീറ്റ് പോരുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ, ആ മനുഷ്യൻ എന്റെ മുഖത്ത് തുപ്പിയപ്പോൾ എനിക്ക് വ്യക്തിപരമായ അയാളോട് വെറുപ്പ് വന്നു. അപ്പോൾ ഞാൻ അയാളെ കൊന്നാൽ എന്റെ വ്യക്തിപരമായ വെറുപ്പ് തീർക്കലായിരിക്കും, ദേഷ്യം തീർക്കലായിരിക്കും. ഞാൻ ഇന്ന് വരെ യുദ്ധം ചെയ്തിട്ടില്ല അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഞാൻ ആരെയും ഇന്ന് വരെ കൊന്നിട്ടില്ല. അപ്പോൾ ഞാൻ കൊന്നാൽ എന്റെ ദേഷ്യം തീർക്കലായിരിക്കും. അടിപൊട്ടി വീണവൻ എൻ മുഖത്തൊരു തുപ്പ്, ഉടൻ തന്നെ വന്നവനോടെനിക്ക് വെറുപ്പ്. അപ്പോൾ വധിച്ചാൽ എന്റെ ദേഷ്യമടക്കലായി, അല്ലാഹുവിനല്ലാതെ ഞാൻ കൊല ചെയ്യലായി. ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ലാതൊരു വധം എനിക്കില്ല. അതാണ് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിനാണ് നോമ്പ്. നോമ്പ് ഇതിന് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് മുൻകാല ചരിത്രങ്ങളിലും ഇസ്ലാമിലും നോമ്പിനെ മുഅ്മിനീങ്ങളുടെ ഈമാനിന്റെ ഖുവ്വത്ത് പരിശോധിക്കാൻ അല്ലാഹു ഒരു മാർഗമാക്കിയിട്ടുണ്ട്. ഫലമ്മാ ഫസല ത്വാലൂത്ത് ബിൽ ജുനൂദി, പണ്ട് ബനൂ ഇസ്രായേലുകാർ മൂസാ നബിക്ക് ശേഷം ഒരു പ്രവാചകനോട് പറഞ്ഞു, ഒരു രാജാവിനെ അയച്ചു തരാൻ പറയൂ, എന്നിട്ട് ആ രാജാവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ എന്ന് പറയുകയും സുദീർഘമായ സംഭവം അൽ ബഖറയുടെ അവസാന ഭാഗത്ത് അത് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നു, ഒരു രാജാവിനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു, രാജാവിനെ അയച്ചു കൊടുത്തു. ആ രാജാവിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടു. ആദ്യം തന്നെ അപ്പൊ തന്നെ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയൊക്കെ നിങ്ങൾ പറയും, അങ്ങനെ യുദ്ധത്തിന്റെ രംഗം വന്നാൽ നിങ്ങൾ ഒഴിഞ്ഞു മാറും എന്നൊക്കെ പറഞ്ഞു. അല്ല, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പൂർണ്ണമായ വാക്കൊക്കെ കൊടുത്തിട്ടാ തയ്യാറാകുന്നത്.
അങ്ങനെ രാജാവിനെ അയച്ചു കൊടുത്തു. ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലികാ, താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ താലൂത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട താലൂത്തിന്റെ നേതൃത്വത്തിൽ ബനൂ ഇസ്രായേലുകാർ യുദ്ധത്തിന് പോകുമ്പോൾ ഇവരുടെ ഈമാനിന്റെ ശക്തി പരിശോധിക്കുവാൻ യഥാർത്ഥ വിശ്വാസികളും സാദിഖീങ്ങളും അല്ലാത്തവരെയും വേർതിരിക്കാൻ അള്ളാഹു അവിടെ ഒരു ബാഹ്യമായ നോമ്പ് പോലെയുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. അവർ ഒരുപാട് സഞ്ചരിച്ചു, കുറെ യാത്ര ചെയ്ത് ഇങ്ങനെ വരികയാണ്. അവർക്ക് വലിയ ദാഹമുണ്ട്, അവർക്ക് വിശപ്പുണ്ട്. ആ സമയത്ത് കുടിക്കാൻ വെള്ളമില്ലാതെ അവരിങ്ങനെ ദാഹിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ തൊട്ടടുത്ത് ഒരു നദി വരാൻ പോകുന്നു. ആ നദി കണ്ടാൽ എല്ലാവരും കൂടിപ്പോയി അതിൽ നിന്ന് കുടിക്കും, സ്വാഭാവികമാണ്. അവിടെ ഒരു പരീക്ഷണം വരികയാണ്. ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ, ഇതാ മുന്നിൽ ഒരു സമുദ്രം അല്ലെങ്കിൽ ഒരു തടാകം വരാൻ പോകുന്നു, ഒരു നദി വരാൻ പോകുന്നു. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ, അവരിതിൽ നിന്ന് ആരും കുടിച്ചു പോകരുത്, കുടിച്ചോ എന്റെ കൂടെ വരണ്ട. പരീക്ഷണമാണ്. നോമ്പ് കൊണ്ട് പരീക്ഷിക്കുന്നു. ഒരു ബാഹ്യമായ പൂർണ്ണാർത്ഥത്തിലുള്ള നോമ്പല്ലെങ്കിലും നിയന്ത്രണം, ഭക്ഷണ നിയന്ത്രണം കൊണ്ട് പരീക്ഷിക്കുന്നു. മുബ്തലീകും ബിനഹരിൻ ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ വമൻ ലം യത്അംഹു ഫഇന്നഹു മിന്നീ, അതിൽ നിന്ന് രുചിച്ചു നോക്കാത്തവർ അവരാണ് എന്റെ കൂടെ നിൽക്കേണ്ടത്, അവരാണ് എന്റെ കൂടെ നിൽക്കുന്നവരും. ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫ, വളരെ അത്യാവശ്യ ഘട്ടത്തിൽ ഒരു കോരി, ഒരല്പം ഒന്ന് കോരി കുടിച്ചു എന്നതോട് കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദാഹിച്ച് വലഞ്ഞു വരുന്ന ഇവർ ഈ വെള്ളം ഇങ്ങോട്ട് കണ്ടപ്പോൾ മൃഗങ്ങളെ പോലെ ഓടി നദിയിലേക്ക് അങ്ങോട്ട് ചെന്നു. എല്ലാവരും വാരി മോന്തി കുടിച്ചു. ഇല്ലാ ഖലീല, വളരെ തുച്ഛം ആളുകൾ ഒഴികെ. فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده. വെള്ളം കുടിച്ചു, പിന്നെ നടക്കാൻ വയ്യ. പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ. ലാ താഖത ലനാ അൽയൗമ ബിജാലൂത വജുനൂദി, ജാലൂത്തിനോടും സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. എത്ര വഴി ദൂരം താണ്ടിയാണ് വരുന്നത്, എന്നിട്ട് ഇവിടെ വെച്ച് അവരൊക്കെ കൈയൊഴിയുകയാണ്. ഞങ്ങൾക്ക് കഴിയില്ല. ആ കുടിക്കാത്ത കുറച്ച് ആളുകൾ, അവരും 313 ആയിരുന്നു എന്ന് തഫ്സീറുകളിൽ കാണുന്നുണ്ട്. ആ 313 ആളുകൾ മാത്രമാണ് പറഞ്ഞത്. 10,000-ൽ പരം ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് കഴിയില്ല എന്നിവർ പറഞ്ഞു. അപ്പോൾ ഈ തുച്ഛം ആളുകൾ പറഞ്ഞു, സാരമില്ല, നമുക്ക് പോകാം. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ് വല്ലാഹു മഅസ്സാബിരീൻ. ചെറിയ ചെറിയ സംഘങ്ങൾ എത്രയോ വലിയ വലിയ സംഘങ്ങളോട് യുദ്ധം ചെയ്ത് വിജയിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് പോകാമെന്ന് പറയുകയും അവിടെ അവർ ആ തുച്ഛം ആളുകൾ പോവുകയും അവർ ആ വലിയ സൈന്യത്തോട് യുദ്ധം ചെയ്യുകയും. അവിടെയാണ് ദാവൂദ് നബിയുടെ പേര് ആദ്യമായി ഖുർആൻ പരാമർശിക്കുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജാലൂത്തിനെ കൊല്ലുകയും ചെയ്തു, ശത്രു സൈന്യാധിപനെ കൊന്നു. ആതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മ, ദാവൂദ് നബിക്ക് മുൽക്കും ഹിക്മത്തും അല്ലാഹു നൽകി എന്നൊക്കെ പറയുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, എന്താണ് ആ വെള്ളം കുടിക്കൽ അവിടെ ഒരു വിഷയം? ദാഹിച്ചു വരുമ്പോ കുറച്ച് വെള്ളം കുടിച്ചാൽ എന്താണ്? ഈമാനിന്റെ ഖുവ്വത്ത്. അള്ളാഹു കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ കുടിക്കാതിരിക്കുന്ന ഒരു ഈമാനുണ്ടോ? അതാണ് പരിശോധിക്കുന്നത്. അള്ളാഹു കുടിക്കാൻ പറയുമ്പോൾ കുടിക്കാനും, കുടിക്കണ്ടെന്ന് പറയുമ്പോൾ കുടിക്കാതിരിക്കാനുമുള്ള ഒരു ഈമാനികമായ മാനസികാവസ്ഥ ഉണ്ടാവണം. ആ പരീക്ഷണമാണ് നോക്ക്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണവും ഈ നിയന്ത്രണവും പൂർണ്ണ അർത്ഥത്തിൽ നിലകൊള്ളുകയും അത് ശരിക്ക് പ്രായോഗികവൽക്കരിക്കുകയും ചെയ്യുന്ന മാസമായതുകൊണ്ട്, റമളാൻ മാസം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാലും ഇസ്ലാമിന്റെ വിജയങ്ങളിൽ അധികവും പരിശുദ്ധ റമളാൻ മാസത്തിൽ, ബദർ മുതൽ ഐൻ ജാലൂത്തിൽ നടന്ന യുദ്ധം വരെ അതൊക്കെ വിജയിച്ചത് റമളാൻ മാസത്തിലാണെന്ന് കാണാം. എന്തായിരുന്നു ഈ ഈമാൻ, ഈ സിദ്ഖ്, ഈ ഖുവ്വത്ത്, ഈ ശക്തി? യഥാർത്ഥ ശക്തി അതാണ്. ആ ശക്തി ലൈസ ശദീദു ബിസ്സുറഅ, കോപം വരുമ്പോൾ ചാടി വീഴലല്ല, അതല്ല ശക്തന്റെ അടയാളം. ദേഷ്യം വരുമ്പോൾ ഇങ്ങോട്ട് ചാടി വീഴൽ, അതല്ല ശക്തിയുടെ അടയാളം. ഇന്നമശ്ശദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ ശരീരത്തെ നിയന്ത്രിക്കാൻ